അങ്ങനെ സർക്കാർ ഉത്തരവുകളെ പൂർണ്ണമായിട്ടും അങ്ങ് എല്ലാ കാര്യത്തിലും അനുകൂലിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പൊ ഒരു സെക്രട്ടറി മാത്രം വിചാരിച്ചതുകൊണ്ട് ഈ പണം അങ്ങ് മാറ്റിക്കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ അങ്ങനെ കൊടുത്തിരുന്നാൽ ഒരു മുൻകൂർ അനുമതി കൊടുക്കണം. ഇപ്പൊ നമ്മൾ തോറ്റ പാർട്ടിയാണ്, കാലാകാലങ്ങളിൽ തോറ്റുകൊണ്ടേയിരിക്കുന്ന പാർട്ടിയാണ്. ഇപ്പോഴാണ് നമ്മൾ ജയിച്ചു വരുന്നത്. നമ്മളൊരു കൗൺസിലർ പോലും ആകില്ല എന്നുള്ള കാലഘട്ടത്തിൽ ഒരു മെമ്പറെ പോലും ജയിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പ്രവർത്തിച്ചവരാണ് നമ്മളൊക്കെ. നമസ്കാരം. 40 വർഷത്തെ LDFന്റെ തേർവാഴ്ച, കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ അല്ലെങ്കിൽ ചെങ്കോട്ട എന്നൊക്കെ പറയുന്ന സ്ഥലമായിരുന്നു തിരുവനന്തപുരം. അതിന്റെയൊക്കെ ഒരു അവസാനം എന്നുള്ള പോലെയാണ് ഈ തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടന്നപ്പോഴുണ്ടായത്. BJP ആദ്യമായിട്ട് പിടിക്കുന്ന കോർപ്പറേഷൻ, അതും ചെങ്കോട്ടയായി മാറി എന്നതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ശ്രദ്ധ തിരുവനന്തപുരത്തേക്ക് എത്തി. ഇനി അങ്ങോട്ട് BJPയുടെ പ്രധാനപ്പെട്ട വികസനങ്ങൾ അത് തന്നെയായിരിക്കും കേരളത്തിന്റെ വലിയൊരു മാറ്റത്തിലേക്ക് നയിക്കാൻ പോകുന്നത് എന്ന് ഇതിനുശേഷം BJP പ്രവർത്തകരും പ്രതികരിച്ചു. പക്ഷേ ഇതിനിടയിലാണ് BJPക്ക് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് പെട്ടെന്നൊരു സർക്കാരിന്റെ ഒരു ഉത്തരവ് പുറത്തു വരുന്നത്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായിട്ട് തനത് ഫണ്ടിൽ നിന്ന് 200 കോടി രൂപ അടിയന്തരമായിട്ട് സംസ്ഥാന ട്രഷറിയിലേക്ക് അടയ്ക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത് ഒരുപക്ഷെ BJPയുടെ വികസന പ്രവർത്തനങ്ങളെ വേഗത കുറയ്ക്കാനുള്ള സാധ്യതയടക്കമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഏത് തരത്തിലാണ് BJP ഏറ്റെടുക്കുന്നത്, ഇതിനുള്ള പരിഹാരം എന്താണ് എന്നതൊക്കെയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കരമന അജിത്താണ്. സർ, BJPയുടെ ഒരു വരവ് അതിനെ LDF സർക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭയക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഭയക്കണമല്ലോ. ഈ ഉത്തരവ് വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ നവംബർ മാസം 18-ാം തീയതിയാണ്. നവംബർ മാസം 18-ാം തീയതി എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചൂട് നിലനിൽക്കുന്ന സമയമാണ്. അവർക്ക് പരാജയം നേരത്തെ തന്നെ മണത്തു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഒരു സർക്കാർ ഉത്തരവ് കഴിഞ്ഞ നവംബർ മാസം 18-ാം തീയതി തിരുവനന്തപുരം നഗരസഭയിൽ അവർ ആ ഉത്തരവ് അയച്ചത്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർ തീർച്ചയായിട്ടും അറിയാം പരാജയപ്പെട്ടു പോകും. അപ്പോൾ ഇനി അടുത്ത വഴി എന്താണ്? പ്രതിസന്ധി നിലനിർത്തണം. പ്രതിസന്ധി നിലനിർത്തണമെങ്കിൽ എങ്ങനെ നിലനിർത്തണം? തീർച്ചയായിട്ടും സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ തന്നെയാണ്. പണമാണല്ലോ എല്ലാ വികസന പ്രവർത്തനം. ഒരു പുതിയ പ്രോജക്റ്റ് വരികയാണെങ്കിലും അതുപോലെ തന്നെ ഈവൻ ശമ്പളം കൊടുക്കണമെങ്കിൽ പോലും നമുക്ക് പണം ആവശ്യമാണ്. ആ പണത്തിന് ആ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് അവർ ഇറക്കിയത്. പണ്ടൊക്കെ സർക്കാർ ഉത്തരവ് വരുമ്പോൾ ഏകപക്ഷികമായി മേയർ ആന്റിസിപ്പേറ്ററി കൊടുക്കാറുണ്ട്. പലപ്പോഴും ഞാൻ സഭയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ആന്റിസിപ്പേറ്ററി മേയർ ആകരുത്. മുൻകൂർ അനുമതി കൊടുത്തതിന് ശേഷം ഒരു 4-5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് സഭയിൽ തന്നെ അജണ്ടയിൽ വരുന്നത്. ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു, ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പണം അനുവദിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇനിയിപ്പോ അതല്ലല്ലോ. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു ഭരണസമിതി ആയിരിക്കും ഇനിയിപ്പോൾ ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനെ സർക്കാർ ഉത്തരവുകളെ പൂർണ്ണമായിട്ടും അങ്ങ് എല്ലാ കാര്യത്തിലും അനുകൂലിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഒരു കൗൺസിലുണ്ട്, ആ കൗൺസിലിന്റെ തീരുമാനം ആവശ്യമാണ്. ഏത് ഉത്തരവ് നടപ്പിലാക്കണമെങ്കിലും ആ ഉത്തരവ് അജണ്ടയിൽ ഉണ്ടാവണം. അജണ്ടയിൽ ഉണ്ടാക്കി കൗൺസിൽ പാസ്സായാൽ മാത്രമേ ആ ഉത്തരവ് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കൂ. സർക്കാർ സാഊക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിൽ വരുന്നത് സർക്കാർ ഉത്തരവ്. പക്ഷേ ആ ഉത്തരവുകളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ കൗൺസിൽ കൂടി മാത്രമേ. ഇപ്പോൾ ഒരു ഉത്തരവ് വന്നു ഞാൻ അറിയുന്നു. പക്ഷെ ആ ഉത്തരവൊക്കെ ഇനിയിപ്പോ അടുത്ത് വരുന്ന കൗൺസിലുകളിൽ വരുന്ന സമയത്ത് BJPക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. അവര് എത്ര തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചാലും, ഏത് തരത്തിലും, അത് സാമ്പത്തികത്തിന്റെ കാര്യത്തിലല്ല, ഭരണത്തിന്റെ കാര്യത്തിലായിരുന്നാലും ഏത് തരത്തിലും ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചാൽ അത് മറികടക്കുവാനുള്ള കെൽപ്പ് BJPയുടെ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന നേതൃത്വത്തിലുണ്ട്. തീർച്ചയായിട്ടും 24-ന് മുൻപ് തീരുമാനമെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് 200 കോടിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോ 24-ാം തീയതി എന്ന് പറയുമ്പോൾ 2 ദിവസം മാത്രമാണ് മുൻപിലുള്ളത്. എന്തെങ്കിലും നിർണായകമായിട്ടുള്ള തീരുമാനം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ? സെക്രട്ടറിക്ക് തന്നിഷ്ടം പോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒരു മുൻകൂർ അനുമതി മേയർ കൊടുക്കണം. ഇപ്പൊ മേയറില്ല. മേയർ ഉണ്ടെങ്കിൽ മേയർക്ക് മുൻകൂർ അനുമതി കൊടുക്കാം. മുൻകൂർ അനുമതി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സഭയിൽ കൗൺസിലിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയാൽ മതി. അതാണ് ചട്ടം. പക്ഷേ അത് ചെയ്യാൻ സാധിക്കും. സെക്രട്ടറിയുടെ കയ്യിലാണ് ചെക്ക് ഇരിക്കുന്നത്, എന്നതൊക്കെ സെക്രട്ടറിയാണ്. പക്ഷെ സെക്രട്ടറി അത് ചെയ്യാൻ സെക്രട്ടറി സാധിക്കുന്നത് നിയമ തടസ്സമുണ്ട്.
ആ തടസ്സം ത്തിന്റെ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് പിന്നെ ഒരുപാട് നിയമക്കുരുക്കിലേക്ക് ആ സാധനം പോകും. പിന്നെ തീർച്ചയായിട്ടും അത് കൗൺസിൽ വരട്ടെ. കൗൺസിൽ വരുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്ത് എന്താണെന്നുള്ളത് കൗൺസിൽ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഏത് ഉത്തരവും നമ്മൾ ആരെയും സർക്കാരിന്റെ ഉത്തരവിനെ അങ്ങ് അപ്പാടെ തള്ളിക്കളയുന്നില്ല. ഇപ്പൊ പ്രളയം വന്നു, സർക്കാരിനെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൗൺസിലർമാർ എല്ലാ 100 കൗൺസിലർമാരും ഒരുമിച്ചിരുന്നു സഹായം കൊടുത്തിട്ടുണ്ടായിരുന്നു. കോവിഡ് വന്ന സമയത്തും ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഉണ്ടായിരുന്നു. ആ ഉത്തരവുണ്ടായിരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ സർക്കാരിനെ സഹായിച്ചിട്ടുണ്ട്. അറിയാലോ, തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു നഗരസഭയാണ്. വിസ്തീർണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ, തുകയുടെ കാര്യത്തിലെല്ലാം തിരുവനന്തപുരം നഗരസഭ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു നഗരസഭയാണ്. ആ നഗരസഭയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തീർച്ചയായിട്ടും അത് പരിശോധിച്ച് ഒക്കെ തന്നെയായിരിക്കും എടുക്കുന്നത്. അത് വരുന്ന ഭരണസമിതി അത് കൃത്യതയോടുകൂടി നിയമങ്ങളൊക്കെ പരിശോധിച്ച് ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ അനുസരിച്ചാണല്ലോ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ അത്തരത്തിൽ തന്നെയായിരിക്കും അത് തീരുമാനമെടുത്ത് കൊണ്ടുപോകുന്നത്. തന്നിഷ്ടം പ്രകാരമായിട്ട് ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ നമ്മൾ സമ്മതിക്കുകയൊന്നുമില്ല. തീർച്ചയായിട്ടും അത് നിയമവശങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഉചിതമായ തീരുമാനം നമ്മൾ എടുക്കും. ഈ ഒരു ഉത്തരവ് പുറത്തു വന്നപ്പോൾ പ്രധാനമായിട്ട് ഉയർന്നിട്ടിരിക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ, മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയ സമയം പുതിയതായിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നു കൗൺസിലേഴ്സ് സത്യപ്രതിജ്ഞ പോലും ചെയ്തിട്ടില്ല. അതിനു മുൻപാണ് പെട്ടെന്ന് ത്വരിതഗതിയിൽ ഉദ്യോഗസ്ഥര് ഇതുമായി ബന്ധപ്പെട്ട് പണം മാറ്റാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും BJPക്ക് ഒരു തിരിച്ചടിയായി മാറാനുള്ള തന്ത്രമായിട്ട് ഒരു ആരോപണം വരുന്നുണ്ട്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അങ്ങനെ തന്നിഷ്ടമായി ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പൊ ഒരു സെക്രട്ടറി മാത്രം വിചാരിച്ചതുകൊണ്ട് ഈ പണം അങ്ങ് മാറ്റിക്കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ അങ്ങനെ കൊടുത്തിരുന്നാൽ ഒരു മുൻകൂർ അനുമതി കൊടുക്കണം. മുൻകൂർ അനുമതി കൊടുക്കണം, ഇവിടെ മേയർ ഉണ്ടാവണം. നിങ്ങൾ നോക്കണേ, കഴിഞ്ഞ 5 വർഷം ആര്യ രാജേന്ദ്രൻ ഇവിടുത്തെ മേയറായിരുന്നു. ആ പുതിയതായിട്ട് വരുന്ന സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്ന ആ കൗൺസിലർമാരുടെ അവരുടെ സാന്നിധ്യം ആവശ്യമല്ലേ? അതൊരു ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അതിലുള്ള ഭരണസമിതിയിലുള്ള ആരാണ് അവിടെ വന്നത്? ഒരാള് പോലും അവിടെ വന്നിട്ടില്ല. അത് വരേണ്ട ഒരു രാഷ്ട്രീയ മര്യാദയല്ലേ? ആ രാഷ്ട്രീയ മര്യാദ പോലും കാണിക്കാത്ത സമീപനം, അതൊരു ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും ഒക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത് തന്നെയാണിത്. അതൊക്കെ പറഞ്ഞ എവിടെ ആയിരുന്നാലും പുതിയതായിട്ട് വരുന്ന കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവിടെ വന്നിരുന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാരല്ലേ. അവിടെ ഒരു നേതാക്കന്മാരും, വലിയ പ്രമുഖരായ ഒരു നേതാക്കന്മാരെയും ഞാൻ അവിടെ കണ്ടില്ല. കാലങ്ങളിൽ നമ്മുടെ മന്ത്രിയായിരുന്ന ശിവൻകുട്ടിയും അതുപോലെ തന്നെ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഒരു വലിയ നേതൃത്വ നിര തന്നെ അവിടെ ഉണ്ടായിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴതൊന്നും കണ്ടില്ല. എന്നാണ് അവരുടെ ഉദ്ദേശമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ പറയുന്നു വേറെ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നുള്ളത്. അവർ മത്സരിച്ചാൽ എന്താ, മത്സരിച്ചില്ലെങ്കിൽ ഒന്നും BJPയുടെ ഭാഗമല്ല. അവർ മത്സരിക്കട്ടെ, എല്ലാം ജനാധിപത്യമാണ്. ജനാധിപത്യ തലത്തിൽ ആർക്കും ഇവിടെയും മത്സരിക്കാൻ സാധിക്കും. അവർ മത്സരിക്കട്ടെ. ജനങ്ങൾ തീരുമാനിച്ചയച്ചല്ലോ നമ്മളെ 50 പേരെ. തീർച്ചയായിട്ടും അത് അവരുടെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഒരു മുന്നേറ്റം നടത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കും. അതിന് ഇടങ്കോലിടാൻ വേണ്ടിയാണ് ഇപ്പോൾ സാമ്പത്തികത്തിന്റെ കാര്യത്തിലായിരുന്നു. ഇനി വികസന രംഗത്ത് പലതരത്തിലുമുള്ള ഇടങ്കോലിടുമെന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാം. 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിപ്പിക്കില്ല എന്നാണ് അവർ പറഞ്ഞു നടക്കുന്നത്. നോക്കട്ടെ, ജനങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഭരണം നടത്തുവാൻ നമ്മൾ ശ്രമിക്കും. അത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് പ്രവർത്തിക്കും.